ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നാച്ചുറൽ സയൻസസിലുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നും എങ്ങനെയാണ് തിയറംസിലേക്ക് എത്തുന്നത് എന്നാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ്സിൽ നിന്നും ആ ഒരു തിയറി ഫോർമേഷനിലേക്ക് എത്തുന്നത് എന്നാണ് നോക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രോസസ്സസ് ഓഫ് തിയറി ഫോർമേഷൻ നോക്കാം. തിയറി ഫോർമേഷന്റെ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഒരു 4 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് സയൻസിൽ വരുന്ന ഒരു തിയറി ഫോർമേഷന്റെ പ്രോസസ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആ ഒരു നാച്ചുറൽ സയൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ഈ ഒരു പ്രോസസ്സസ് ഓഫ് തിയറി ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമുക്ക് നാച്ചുറൽ സയൻസിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ സോഷ്യൽ സയൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ചില മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ പറയുന്ന കുറച്ച് ഞാനൊരു ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നൊക്കെ പറയുന്ന കുറച്ച് മെത്തേഡുകൾ നമ്മൾ നാച്ചുറൽ സയൻസസിൽ ഉണ്ട്. ഓക്കെ, അതിന്റെ തിയറി ഫോർമേഷന്റെ സമയത്തും അതേപോലെ തന്നെ റിസർച്ച് പേപ്പർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു അപ്രോച്ചുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, റിസർച്ച് പേപ്പറിൽ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു തിയറി ഫോർമേഷന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സോഷ്യൽ സയൻസിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, തിയറി ആൻഡ് കൺസെപ്റ്റിനൊക്കെ കുറിച്ചിട്ടാണ്. അപ്പൊ തിയറി ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് റിക്കറിംഗ് ഇവന്റ് ടു ആൻഡ് ഈസ് എ വാലിഡ് എക്സ്പ്ലനേഷൻ യൂണിവേഴ്സലി ഇൻ സ്പേസ് ആൻഡ് ടൈം. അതായത് നമുക്കറിയാം, ഒരു തിയറി എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ നാച്ചർ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു, ഒരു തിയറി ഫോം ചെയ്യുമ്പോൾ അത് ഹൈലി ഡിപ്പെൻഡ്സ് അപ്പോൺ അത് രൂപപ്പെട്ടു വന്ന ആ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട്, സോഷ്യൽ കോണ്ടെക്സ്റ്റുമായിട്ട് സോഷ്യൽ തിയറികൾ വളരെയധികം റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നാച്ചുറൽ സയൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, തിയറികൾ കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഇൻ നാച്ചർ ആണ്. നമുക്കറിയാം അല്ലെ, ന്യൂട്ടന്റെ ആ ഒരു ചലന നിയമം കാര്യങ്ങളൊക്കെ വരുന്നത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണത്. അപ്പൊ ഓക്കെ, അതേപോലെ തന്നെ ഏറെക്കുറെ ഈ ഒരു സോഷ്യൽ സയൻസിലുള്ള ഈ ഒരു സയന്റിഫിക് തിയറീസ് ഒക്കെ എങ്ങനെയാണ്, ഒരു യൂണിവേഴ്സലി ഇൻ നാച്ചർ ആണ്. അതേപോലെ തന്നെ സ്പേസ് ടൈം ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെങ്കിലും കുറെ കൂടെ ഈ ഒരു സ്പേസിന്റെയോ ടൈമിന്റെയോ ഒന്നും ലിമിറ്റ് ഇല്ലാതെയാണ് നാച്ചുറൽ സയൻസിൽ തിയറീസ് വരുന്നത്. ഓക്കെ, അത് നമ്മുടെ നാച്ചുറല് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിക്കറിംഗ് ഇവന്റ്സിന് ഒരു വേറിട്ട രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ തിയറിസ്റ്റ് നൽകുന്നതാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു തിയറി സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തിയറി വരിക, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നർ കോണ്ടെക്സ്റ്റും ഔട്ടർ കോണ്ടെക്സ്റ്റും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഔട്ടർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി, ഇന്നർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തിയറിസ്റ്റിന്റെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്സും കുറച്ച് ഐഡിയാസും ഒക്കെ കൂടി ചേർന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ സയൻസിലെ തിയറി. നാച്ചുറൽ സയൻസിൽ വരുമ്പോഴും ഈ ഒരു എന്താണ്, ഒരു തിയറിസ്റ്റിന്റെ കുറച്ച് എന്താണ്, അദ്ദേഹം എങ്ങനെയാണോ ആ ഒരു കാര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്നുള്ളത് കൂടിയാണ് ഒരു തിയറി റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, മാത്രമല്ല നാച്ചുറൽ സയൻസിലൊക്കെ വരുന്ന സമയത്ത് എന്താണ്, തിയറികൾ അധികവും ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇപ്പോ ന്യൂട്ടന്റെ ചലന നിയമമാണെന്നുണ്ടെങ്കിലും, അതായത് ആ ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നു എന്നുള്ള ആ ഒരു ഗ്രാവിറ്റി, അതൊരു എന്താണ്, അവിടെ ഓൾറെഡി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. നാച്ചുറലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിക്കറിംഗ് ഇവന്റ് ആണത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് തിയറി വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും തിയറി എന്ന് പറയുന്നത് എന്താണ്, ഒരു റിക്കറിംഗ് ഇവന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു വാലിഡ് എക്സ്പ്ലനേഷൻ, അത് യൂണിവേഴ്സലി ട്രൂ ആയിട്ടുള്ള ഒരു വാലിഡ് എക്സ്പ്ലനേഷൻ ആണ് ഒരു റിക്കറിംഗ് ഇവന്റിന്റെ. മനസ്സിലായല്ലോ. ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വുഡ് ഹോൾഡ് ട്രൂ നീഡ് ടു ബി സ്പെൽഡ് ഔട്ട്. അതായത് ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ന്യൂട്ടനൊക്കെ നടത്തിയ പോലെ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് നടത്തുന്ന സമയത്ത് എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യണം. ഓക്കെ,
അത് എങ്ങനെയാണ് അത് ആ ഒരു തിയറിസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു കാര്യത്തെ നമുക്ക് തിയറി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തിയറി ഫോർമേഷന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതെന്തായിരിക്കണം? ആ ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, ഏത് കണ്ടീഷനിലാണ് ആ ഒരു തിയറി അപ്ലിക്കബിൾ ആവുക എന്നുള്ള രീതിയിൽ ഓക്കെ പറയണം. അപ്പോൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഉള്ള തിയറീസ് നമുക്കറിയാം. അത് ഒരു പല ഇപ്പോൾ ഒരു പുതിയ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എന്താണ് ക്വാളിറ്റിയിലുള്ള തിങ്സ് ഫ്യൂഷൻ നടക്കുമ്പോഴാണ് പുതിയൊരു സാധനം ഉണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ഒരു കണ്ടീഷൻ ക്ലിയർ കട്ടായിട്ട് എന്താണ് പറയണം തിയറിസ്റ്റ്. അതേപോലെ തന്നെ ദ തിയറി ക്യാൻ ബി മോഡിഫൈ ഇഫ് സബ്സീക്വന്റ് എക്സ്പീരിമെന്റ്സ് ക്രിയേറ്റ് ന്യൂ സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തിയറീസും എന്താണ് ഒരു മോഡിഫിക്കേഷന് വിധേയമാണ് എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ്ലി പുതിയ സൊസൈറ്റികളിലായിക്കോട്ടെ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പുതിയ ഡിസ്കവറീസ് വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് തിയറികളിൽ കൂട്ടിച്ചേർക്കലുകളും അതേപോലെ തന്നെ തിരുത്തലുകളും ഒക്കെ വരും. അപ്പൊ എന്താണ് ഒരു പുതിയ ന്യൂ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഒരു തിയറി എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കും? മോഡിഫിക്കേഷന് വിധേയമായിക്കൊണ്ടിരിക്കും. അതായത് സബ്സീക്വന്റ് എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായിട്ട്. സയൻസ് ഈസ് ഇംപേഴ്സണൽ. ഇപ്പൊ നാച്ചുറൽ സയൻസിലെ തിയറീസ് ഒക്കെ നമുക്കറിയാം. എന്താണ് അതെന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഫാക്ട്സ് ആണ്. അപ്പൊ എന്താണ് അതില് ചേഞ്ച് സംഭവിക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ സോഷ്യൽ സയൻസിനെ കമ്പയർ ചെയ്ത് എന്താണ് ചേഞ്ചസ് കുറവായിരിക്കും. ചേഞ്ചസ് മീൻസ് അതായത് സോഷ്യൽ സയൻസ് എങ്ങനെയാണ് ഓരോ സൊസൈറ്റിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരു തിയറി തന്നെ നമ്മൾ പല സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതില് ആ ഒരു സൊസൈറ്റിന്റെ വേരിയേഷൻസിനനുസരിച്ചിട്ട് ആ ഒരു തിയറിയുടെ നാച്ചുറലും അതേപോലെ തന്നെ തിയറിയുടെ അപ്ലിക്കേഷനിലും ഒക്കെ ഒരുപാട് എന്താണ് വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷെ നാച്ചുറൽ സയൻസിലുള്ള തിയറീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇംപേഴ്സണൽ ഇൻ നാച്ചുർ ആണ്. അതായത് പലപ്പോഴും അത് എന്താണ് സ്ഥലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏജിനനുസരിച്ചിട്ട് ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സോഷ്യൽ സയൻസ് തിയറികളെ പോലെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നില്ല. അത് പലപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ സയൻസ് ഈസ് ഇംപേഴ്സണൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ സയൻസിലുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫാക്ട്സ് ആണ്. അത് എന്താണ് ഫാക്ട്സിനെ കുറിച്ചാണ് സയൻസ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ അത് പേഴ്സണൽ അല്ല, ഒരിക്കലും വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് മാറൂല അത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില രാജാക്കന്മാരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ പ്രജകൾ ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു രാജാവ് വന്നിട്ട്, ഇപ്പോൾ പണ്ട് കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു രാജാവ് വന്നിട്ട് പറയാണ് പാല് മിൽക്ക് എന്ന് പറയുന്ന സാധനം വൈറ്റ് അല്ല ബ്ലാക്ക് ആണ് എന്ന് ഞാൻ ഉത്തരവിടുന്നു, അല്ലെങ്കിൽ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ രാജ്യത്തെ എല്ലാ പ്രജകളും എന്താണ് ശരിയാണ് എന്നുള്ള രീതിയിൽ, അതായത് രാജാവിനെ പേടിച്ചിട്ട് രാജാവ് അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള ഒരു പേടിയുണ്ട്. ഓക്കെ, പാല് വൈറ്റ് അല്ല എന്നുള്ള ഒരു ഇത് അംഗീകരിക്കുക. പക്ഷെ സയൻസ് അങ്ങനെയല്ല. ഇപ്പോ സയൻസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതായത് വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറോ ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ സയൻസിലുള്ള ഒരു കാര്യത്തെ എന്താണ് അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സയൻസ് മാറാൻ പോണില്ല. സയൻസ് നമുക്കറിയാം ഫാക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ അതിന്റെ ആ ഒരു ഇംപേഴ്സണൽ നാച്ചർ മനസ്സിലായല്ലോ. പിന്നെ എ പ്രോബ്ലം സോൾവ്ഡ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് അബൌട്ട് കൺസെപ്റ്റ്സ് ആൻഡ് തിയറി ആൻഡ് ഇല്ലസ്ട്രേറ്റഡ് ആസ് എ കേസ് ഓഫ് എ മോർ ജനറൽ ആപ്ലിക്കേഷൻ. ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട് സയൻസിൽ. ആ ഒരു ഡിഡക്റ്റീവ് അപ്രോച്ചിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളെ. ഓക്കെ, അതായത് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അതായത് സയൻസിലുള്ള ഈ ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച് നമ്മൾ റിസർച്ചിൽ
റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അത് നിങ്ങൾ റിസർച്ച് പേപ്പർ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വി മൂവ് ഫ്രം തിയറി ടു ഫാക്ട്സ്, അതിനെയാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പോ ഓൾ ഹ്യൂമൻ ബീങ്സിനും 2 കാലുകളാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് രാമുവിനും 2 കാലാണുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണ് വന്നത്? ഓൾ ഹ്യൂമൻ ബീങ്സിന് 2 കാലുകളാണുള്ളത്. രാമു ഒരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് തന്നെ രാമുവിനും 2 കാലാണുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഓൾ ഹ്യൂമൻ ബീയിങ്സിന് 2 കാല് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ആ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ രാമു എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരികയാണ്. രാമു ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെയും ഫീച്ചർ ആയിട്ടുള്ള 2 കാലുകൾ എന്നുള്ളത് ഇവിടെ രാമുവിനും ബാധകമാണ്, രാമുവിനും അപ്ലിക്കബിൾ ആണ്. അപ്പൊ മനസ്സിലായല്ലോ ആ ഒരു തിയറിയിൽ നിന്നും ഫാക്റ്റിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് നോളജ് അവിടെ ഓൾറെഡി ഉള്ള ഒരു നോളജ് ആണ്. ഓക്കെ, ഓൾറെഡി ആരൊക്കെയോ കണ്ടെത്തിയതോ അല്ലെങ്കിൽ ഓൾറെഡി ആരൊക്കെയോ എന്താണ് ഫോം ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ഒരു നോളജ് ആണ്. ആ ഒരു നോളജ് ഒരു സ്പെഷ്യൽ കേസിൽ അപ്ലൈ ചെയ്യാണ് ഇവിടെ. രാമു എന്ന് പറയുന്ന ഒരു ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഒരു സ്പെഷ്യൽ കേസിൽ അപ്ലൈ ചെയ്യുന്ന സമയം ഒരു സംഭവം, അതിനെ നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത്? ജനറൽ ടു സ്പെസിഫിക് ആണ് വന്നത്. ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു തിയറിയിൽ നിന്നും ഒരു സ്പെസിഫിക് കേസിൽ അവർക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ വി മൂവ് ഫ്രം തിയറി ടു ഫാക്ട്സ്. ഇതിനാണ് നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അപ്രോച്ച് ഉണ്ട്, അതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് സ്പെസിഫിക് ടു ജനറൽ. ഓക്കെ, സ്പെസിഫിക് ടു ജനറൽ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. അതായത് രാമുവിന്റെ കേസിൽ നിന്നും നമ്മൾ ഓൾ ഹ്യൂമൻ ബീങ്സിലേക്ക് എത്തുകയാണ്. അതായത് രാമു എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ബീങ്ങിന് 2 കാലാണ്. അപ്പോൾ ലോകത്തുള്ള ബാക്കി എല്ലാ ഹ്യൂമൻ ബീങ്സിനും 2 കാല് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, when we move from facts and arrive at an explanation, അതിനെ നമ്മൾ ആ ഒരു പ്രോസസ്സിന് ഇൻഡക്ഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്ഷൻ, ജനറൽ ടു സ്പെസിഫിക് ആണ് ഡിഡക്ഷൻ. മനസ്സിലായല്ലോ? ഇവിടെ രാമുവിൽ നിന്ന് നമ്മൾ ആ ഒരു എൻറ്റയർ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് എത്തുകയാണ്. മറ്റടുത്ത് ആ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ആ ഒരു വലിയ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും അതിലുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള രാമുവിലേക്ക് എത്തുകയാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ? അപ്പോൾ ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് പ്രോസസ്സസ്, ഈ ഒരു ഇൻഡക്റ്റീവ് പ്രോസസ്സിന്റെയും ഡിഡക്റ്റീവ് പ്രോസസ്സിന്റെയും ഒരു ഇന്റർപ്ലേയിലൂടെ സംഭവിക്കുന്നതാണ് എന്ത്? സയൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ സയൻസിങ് ഓർ മെത്തേഡ് ഓഫ് സയൻസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു നമ്മൾ സയന്റിഫിക് റിസർച്ചുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി നടത്താൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇൻഡക്റ്റീവ് അപ്രോച്ചും ഡിഡക്റ്റീവ് അപ്രോച്ചും. ഈ 2 അപ്രോച്ചുകളുടെയും അല്ലെങ്കിൽ ഈ 2 പ്രോസസ്സുകളും ഒരുമിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ 2 പ്രോസസ്സുകളുടെയും ഒരു ഇന്റർപ്ലേ നമുക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് എത്തിക്കുന്നു. ഇതിനെ നമ്മൾ സയൻസിങ് എന്ന് പറയും. ഇതാണ് സയൻസ് എന്ന് ചുരുക്കി പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എവരി 10 ഇയേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 50 ഇയേഴ്സ് കൂടുമ്പോൾ എന്താണ് ഈ ഒരു നാച്ചുറൽ സയൻസിന്റെ കാര്യത്തിലുള്ള തിയറികളിൽ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരം മോഡിഫിക്കേഷൻസ് വരുമ്പോഴാണ് അതിനെ നമുക്ക് എന്താ പറയാ പറ്റുക? ആ ഒരു തിയറി വാലിഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു തിയറി കുറച്ചും കൂടി ഒരു റിയലബിൾ ആണ്, ആ ഒരു തിയറി കുറച്ചും കൂടി എന്താണ് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, ആക്സെപ്റ്റബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക എപ്പോഴാണ്? ആ
ആ ഒരു തിയറി എവറി 10 ഇയേഴ്സും 50 ഇയേഴ്സും ഒക്കെ കൂടുമ്പോൾ എല്ലാ തിയറിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും അതായത് എല്ലാ തിയറികളും മോഡിഫിക്കേഷൻസ്, എല്ലാ തിയറികളിലും മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മൾ നാച്ചുറൽ സയൻസ് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ സയൻസിലാണ്. സോഷ്യൽ സയൻസിലുള്ള ഒരു തിയറി ഫോർമേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത് ഡെർക്കെയിം, വെബർ, പാസൺ ആൻഡ് മെർട്ടൺ, ഈ ഒരു 4 തിയറിസ്റ്റുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു സോഷ്യൽ സയൻസിലുള്ള തിയറി ഫോർമേഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യൽ സയൻസിലുള്ള മെത്തേഡ് നാച്ചുറൽ സയൻസസിലുള്ള മെത്തേഡിൽ നിന്നും ഡിഫറെന്റ് ആണ്. ആ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ഡിഫറെന്റ് ആണ് രണ്ടിലും നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും നാച്ചുറൽ സയൻസിലുള്ള പല മെത്തേഡുകളും നമുക്ക് സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചില തിങ്കേഴ്സ് വാദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കോംറ്റെ ഒക്കെ ആ ഒരു വാദത്തെ അംഗീകരിക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു വാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ അഗസ്റ്റ് കോംറ്റെ, ഫാദർ ഓഫ് സോഷ്യോളജി. ഓക്കെ, അദ്ദേഹം പറയുന്നത് നമുക്ക് നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡുകൾ നമുക്ക് സോഷ്യൽ സയൻസിലും യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഫിലോസഫിയും അതേപോലെ തന്നെ അദ്ദേഹം സോഷ്യോളജിയെ വിളിച്ചത് സോഷ്യൽ ഫിസിക്സ് എന്നാണല്ലേ. അപ്പൊ ഇതിൽ നിന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്ന എന്താണ്, നാച്ചുറൽ സയൻസിലുള്ള ഒരു സയന്റിഫിക് മെത്തേഡുകൾ പലതും നമുക്ക് സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ കോംറ്റെ, ഡെർക്കിം, റാഡ്ക്ലിഫ്, ബ്രൗൺ തുടങ്ങിയിട്ടുള്ള തിങ്കേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡ് നമുക്ക് സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വാദഗതിയുമായിട്ട് മുന്നോട്ട് വരുന്നവരാണ്. അത് കോംറ്റെ, ഡെർക്കിം, റാഡ്ക്ലിഫ്, ബ്രൗൺ, വേറെയും പല തിങ്കേഴ്സും ഉണ്ട്. ഇവര് ഈ ഒരു നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡുകൾ സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന തിങ്കേഴ്സ് ആണ്. ഇനി വെബറിനെ പോലെയുള്ള കുറച്ച് തിങ്കേഴ്സ് എന്താണ് ഇങ്ങനെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മിഡിൽ പാത്താണ് സ്വീകരിക്കുന്നത്. അതായത് പറ്റും എന്നും അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നും പറയുന്നില്ല. അവര് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു മിഡിൽ പാത്ത്, രണ്ടിനും പറ്റുന്ന ഒരു രണ്ട് സയൻസുകളിലും അല്ലെങ്കിൽ രണ്ട് ഫീൽഡിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മിഡിൽ പാത്താണ് വെബർ സ്വീകരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് തിങ്കേഴ്സ് ഒരിക്കലും ഇങ്ങനെ നമുക്ക് നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡുകൾ ഒരിക്കലും സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന കുറച്ച് തിങ്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോ എന്ന് പറയുന്ന തിങ്കേഴ്സിന്റെയും എസ് എന്ന് പറയുന്ന തിങ്കേഴ്സിന്റെയും ഇടയിൽ ഒരു മിഡിൽ പാത്താണ് നമ്മുടെ മാക്സ് വെബർ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഡെർക്കിമിന്റെ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റഡീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂയിസൈഡ് എന്ന വർക്കില് അദ്ദേഹം ആ ഒരു സൂയിസൈഡിനെ ഒരു സോഷ്യൽ ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. അതൊരു സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആക്ട് എന്നതിനേക്കാൾ അപ്പുറം അതൊരു സോഷ്യൽ ആക്ട് ആണ് എന്നാണ് ഡെർക്കിം വാദിക്കുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് സൂയിസൈഡിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 or 4 ടൈപ്സ്. ചിലതിൽ 3 എന്ന് പറയുന്നുണ്ട്, ചില ബുക്സിൽ ചിലതില് 4 ടൈപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂയിസൈഡുകളിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് ഓരോ സൊസൈറ്റിയിലും ഈ ഒരു റേറ്റ് ഓഫ് സൂയിസൈഡ് ഡിഫറെന്റ് ആണ്. ചില സൊസൈറ്റിയിൽ നമുക്ക് ചില ടൈപ്പ് ഓഫ് സൂയിസൈഡിൽ ഹൈ റേറ്റ് കാണാൻ പറ്റും. അതായത് കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ചില സൊസൈറ്റികളിലേക്ക് വരുമ്പോൾ ചില ടൈപ്പ് ഓഫ് സൂയിസൈഡിൽ ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി അദ്ദേഹം നടത്തുന്ന സമയത്ത് ഇതിനാവശ്യമുള്ള ഈ ഒരു സൂയിസൈഡ് റേറ്റിന്റെ ഒരു ഡാറ്റ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റീനെ എടുത്തിട്ട് അവിടെ എത്ര സൂയിസൈഡ് നടക്കുന്നു, ഇങ്ങനെയുള്ള എത്ര ആത്മഹത്യകൾ നടക്കുന്നു, അതായത് എത്ര എണ്ണം, അതായത് അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു ഡീപ്നെസ്, അതിന്റെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഒരു സൊസൈറ്റിയിൽ അത് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ഏത് ടൈപ്പ് ഓഫ് സൂയിസൈഡ് ആണ് ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ കൂടുതലായിട്ടും സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം പഠിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റന്റെ ബേസിലാണ്. എക്സിസ്റ്റിംഗ് ഡാറ്റന്റെ ബേസിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്,
അദ്ദേഹം ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള എന്താണ് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ മീൻസ് ഈ ഒരു സൂയിസൈഡിന്റെ എണ്ണം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡാറ്റ അദ്ദേഹം ഒഫീഷ്യൽ റെക്കോർഡ്സ് നിന്ന് കളക്ട് ചെയ്തിട്ട് ആ ഒരു പല ടൈപ്പ് ഓഫ് സൂയിസൈഡിലുള്ള റേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പെർട്ടിക്കുലർ പഞ്ചായത്തിലാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നത് വിചാരിക്കുക. അപ്പൊ നമ്മള് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒഫീഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ മരണ രജിസ്റ്റർ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജിന്റെ രജിസ്റ്ററിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മരണനിരക്ക്, ജനന നിരക്ക് കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു ഡാറ്റ നമ്മൾ അങ്ങനെയുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് അദ്ദേഹം കളക്ട് ചെയ്യണം. അത് ഓൾറെഡി ആരൊക്കെയോ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ്, എക്സിസ്റ്റിംഗ് ഡാറ്റയാണ് അങ്ങനെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരാള് എന്താണ് അങ്ങനെയാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു ടീം, നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള സെൻസസ് ഓൾറെഡി നമ്മുടെ ഓഫീസേഴ്സ് അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും ആ ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റയാണത്. നമ്മളിപ്പോ കഴിഞ്ഞ 2011 നടന്ന സെൻസസിന്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോ ഒരു സ്റ്റഡി നടത്തണം. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡെർക്കിമും സൂയിസൈഡിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈച്ച് ടൈപ്പ് ഓഫ് സൂയിസൈഡ് റേറ്റ് വേരിഡ് അക്കോർഡിംഗ് ടു ദ ഡാറ്റ ഓൺ സോഷ്യൽ ഫാക്ട്സ് ആൻഡ് കമ്പാരിസൺസ് വെയർ മെയ്ഡ്. അതായത് ഓരോ സൊസൈറ്റിയിലും, അതായത് ആ ഒരു സൊസൈറ്റിന്റെ വേരിയേഷൻ പോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ സൂയിസൈഡ് റേറ്റിന്റെ കാര്യത്തിലും ഒരുപാട് വേരിയേഷൻസ് അദ്ദേഹം കണ്ടു. ഇതെങ്ങനെ, ഏതിന്റെ ബേസിലായിരുന്നു ഈ ഒരു വേരിയേഷൻസ് ഓരോ സൊസൈറ്റിയിലും കാണുന്നത്? അതായത് ആ ഒരു സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഫാക്ട്സിന്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുക. ഇങ്ങനെയുള്ള ഡാറ്റാസ് അദ്ദേഹം പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എക്സ്പ്ലനേഷൻസ് വെയർ ഗിവൺ ഫോർ ഈച്ച് ടൈപ്പ്. അപ്പോൾ ഒരു തിയറി, ഇങ്ങനെയുള്ള സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു തിയറി ഡെർക്കിം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യണം? അതായത് ഒരു തിയറി ഫോർമേഷന്റെ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. അതായത് ഓരോ ടൈപ്പും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഓരോ ടൈപ്പിനും വരുന്ന സ്പെസിഫിക് നാച്ചുർ എന്താണെന്നുള്ളതും ഒരു തിയറിസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി ഫോം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകണം. A theory of suicide was formulated in terms of the variations of the degree of solidarity in society. Degree of integration or solidarity in society. അതായത് തിയറി ഓഫ് സൂയിസൈഡ് അദ്ദേഹം പഠിക്കുന്നത് എന്താണ്, ഓരോ സൊസൈറ്റിയിൽ ഉള്ള ആ ഒരു ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷന്റെ ബേസിലാണ് അദ്ദേഹം ഈ ഒരു സൂയിസൈഡ് റേറ്റിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്നത്. ഈ ഒരു സൂയിസൈഡ് റേറ്റിൽ ഓരോ സൊസൈറ്റിയിലും ഈ ഒരു വേരിയേഷൻ വരാനുള്ള കാരണം ഓരോ സൊസൈറ്റിയിലുമുള്ള ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷനിലുള്ള വേരിയേഷൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞു വന്നത്? ആ ഒരു സൂയിസൈഡിന്റെ ആ ഒരു ടൈപ്പുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷനിൽ വരുന്ന വേരിയേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓരോ ടൈപ്പ് ഓഫ് സൂയിസൈഡിലും ഈ ഒരു വേരിയേഷൻ വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ആ ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റൂൾസ്, ഒരു സൊസൈറ്റിയിൽ എന്താണ് റെഗുലേഷൻ കൂടിക്കഴിഞ്ഞാൽ, ഒരു പരിധിയിലപ്പുറം ഒരു സൊസൈറ്റിയിൽ ഒരു റെഗുലേഷൻസ് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. അപ്പോൾ നമുക്കറിയാം ചില സൂയിസൈഡുകളൊക്കെ, ചില കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ് ആണ് വീട്ടില്. അപ്പോൾ അങ്ങനെയാണ് അതിൽ അസ്വസ്ഥരായിട്ട് മക്കൾ സൂയിസൈഡ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ എന്താ പറയാ, ഓവർ റെഗുലേഷൻ, അതായത് റെഗുലേഷൻ കൂടിക്കഴിയുമ്പോൾ വരുന്ന ഒരു സൂയിസൈഡാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ഓവർ റെഗുലേഷനും അതേപോലെ തന്നെ തീരെ ഒരു റെഗുലേഷനും ഇല്ലാത്ത ഒരു
സൂയിസൈഡ് സൊസൈറ്റിയിൽ, അങ്ങനെയുള്ള സൊസൈറ്റികളിലും സൂയിസൈഡ് നടക്കാം. കാരണം എന്താണ്, ഒരു ജീവിതത്തിനൊരു ഡിസിപ്ലിനോ ഓർഗനൈസേഷനോ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ, ഇപ്പോൾ ഒരു, അതായത് വളരെയധികം ഫ്രീഡവും ഒരു റെഗുലേഷൻസും ഇല്ലാതെ വളർന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു എന്താണ് ഒരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷനിൽ, അല്ലെ സോഷ്യൽ ഇന്റഗ്രേഷനിൽ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റെഗുലേഷനിലുള്ള ഒരു വേരിയേഷൻ കൊണ്ട് നടക്കുന്ന സൂയിസൈഡുകളാണ്. മനസ്സിലായല്ലോ. പിന്നെ 4 ടൈപ്സ് ഓഫ് സൂയിസൈഡ് ആണ് അദ്ദേഹം പറയുന്നത്. അതില് അനോമിക് സൂയിസൈഡ്, ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്, പിന്നെ വരുന്ന ഒരു സൂയിസൈഡാണ് ഫാറ്റലിസ്റ്റിക്. നമ്മൾ പറഞ്ഞു അനോമിക് സൂയിസൈഡ്, ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്, ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. ഈഗോയിസ്റ്റിക് സൂയിസൈഡിൽ വരുന്നതാണ് എന്ത്, ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഈഗോയിസ്റ്റിക് സൂയിസൈഡ് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ കുറവാണ് അല്ലെ, ഒരാൾക്ക് തോന്നുകയാണ് അദ്ദേഹം ഒറ്റപ്പെട്ട പോലത്തെ ആ ഒരു ഫീല് വരികയാണ്. അപ്പോൾ അതായത് എനിക്ക് ഈ ഒരു സൊസൈറ്റിയിൽ, ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു വാല്യൂ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് അങ്ങനെയുള്ള സൂയിസൈഡ് ആണ് എന്ത്, ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. ഓക്കെ, അപ്പൊ അവിടെ ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ കുറഞ്ഞിട്ട് വരുന്ന ഒരു സൂയിസൈഡാണ്. ഇനി ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ട്. ഇങ്ങനെയുള്ള സൂയിസൈഡിന് എക്സാമ്പിൾ ആണ് എന്ത്, സതിയൊക്കെ. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് സതിയാണ്. അതായത് സതി സംഭവിക്കുന്ന ഇങ്ങനെയാണ്, അതായത് ആ ഒരു ഹസ്ബൻഡും ഭാര്യയും അത്രയും കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയാണ്. അതിന്റെ പേരിൽ അവര് എന്താണ്, ആ ഒരു കസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഫോഴ്സ്ഫുള്ളി ആണ്. എന്നിരുന്നാലും ചില സ്ത്രീകള് എന്താണ്, അത് സ്വയം അംഗീകരിക്കുന്ന ആളുകളുണ്ട്. അതായത് എനിക്കിനി ജീവിക്കാൻ പറ്റൂല, ഞാന് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കിനി ജീവിക്കാനുള്ള അവകാശമില്ല, ഇനി എനിക്ക് ഒരു സന്തോഷം വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സതിയെ അംഗീകരിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, ഈ ഒരു ടൈപ്പ് ഓഫ് സൂയിസൈഡ് സംഭവിക്കുന്നത് എന്താണ്, ആ ഒരു എന്താണ് ഭയങ്കര ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ഇന്റിമസി, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് ക്ലോസ് ആകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. ഇനി അനോമിക് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി കിട്ടി, എന്നിട്ട് ആ ഒരു ലോട്ടറി കിട്ടിയ സമയത്ത് ഇപ്പോൾ ചില ആളുകൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഹാപ്പിനെസ് ആയാലും ഇപ്പോൾ സങ്കടമായാലും ഒക്കെ ഒരു പരിധിയിലപ്പുറം ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് താങ്ങാൻ പറ്റൂല. ചില ആളുകൾ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ലോട്ടറി അടിച്ചിട്ട് ഇപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൂയിസൈഡുകളെ നമുക്ക് അനോമിക് സൂയിസൈഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു സോഷ്യൽ ഇക്ലിബെറിയത്തിൽ വന്നു, ഒരു ചേഞ്ച് വരികയാണ്. അതുവരെ ഒരു എന്താണ് പറ്റ എന്താണ് പാവപ്പെട്ട ഒരാള്, അതായത് സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ലോട്ടറി അടിക്കുമ്പോൾ എന്താണ്, അദ്ദേഹം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് അദ്ദേഹത്തിന് പിന്നെ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ലക്ഷറി ആയിപ്പോയി ലൈഫ്. അപ്പൊ ആ ഒരു ലക്ഷറി ആവുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ലോട്ടറി അടിച്ച പൈസ തികയാതെ വന്നിട്ട് വീണ്ടും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് പിന്നെ ഈ ഒരു ലക്ഷറി ലൈഫിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ പറ്റുന്നില്ല. ഓക്കെ, പഴയ ജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു സോഷ്യൽ ഇക്ലിബറിയത്തിൽ ഒരു എന്താണ്, ഒരു ചേഞ്ച് വരികയാണ്, ഒരു ബ്രേക്ക് ഡൗൺ വരികയാണ്. അതായത് ആ ഒരു ഇക്ലിബറിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു നോർമൽ ആയിട്ട് ഒരു എന്താ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിൽ നിന്ന് ഒരു ചേഞ്ച് വരികയാണ്. അപ്പോൾ വരുന്ന സൂയിസൈഡ്, അതിനെ നമ്മൾ അനോമിക് സൂയിസൈഡ് എന്ന് പറയും. ഇനി ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓവർ റെഗുലേഷൻ.
ഇൻ സൊസൈറ്റി, ഡ്യൂ ടു ഓവർ റെഗുലേഷൻ ഇൻ സൊസൈറ്റി. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഓവർ റെഗുലേഷനിൽ ഭയങ്കര മനം മടുത്തിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് വളർത്തിയിട്ട് കുട്ടികൾ അങ്ങനെ മെന്റലി ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന മക്കളൊക്കെ അല്ലേ, അങ്ങനെയുള്ള സൊസൈറ്റികളിൽ വരുന്ന സൂയിസൈഡിന് നമ്മൾ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു 4 ടൈപ്പ് നോക്കിയത് എന്തിനാണ്? ഓരോ സൂയിസൈഡിലും വരുന്ന ഈ ഒരു വാരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷന്റെ, ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ വരുന്ന ഡിഗ്രി ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷന്റെ ബേസിലാണ് ഈ ഒരു ഡിഫറൻസിയേഷൻ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഒരു നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ. ആ ഒരു ഡാറ്റന്റെ ബേസിൽ ഈ ഡാറ്റകൾ പരസ്പരം കമ്പയർ ചെയ്തിട്ടും അതേപോലെ തന്നെ പല സൊസൈറ്റികളിലുള്ള ഈ ഒരു സൂയിസൈഡ് റേറ്റുകൾ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യാസപ്പെടാനുള്ള കാരണം ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷനിലുള്ള വേരിയേഷൻ ആണ് എന്ന് ഡെർക്കിം കണ്ടെത്തുകയാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സൂയിസൈഡ് എന്നുള്ള ആ ഒരു തിയറി ഫോം ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം ഒരു തിയറി ഫോം ചെയ്തത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് വെബർ ആണ്. വെബർ വരുന്നത് സോഷ്യൽ സയൻസിലാണ്, നമുക്കറിയാലോ. ഒരു സോഷ്യോളജിസ്റ്റ് ആണ് മാക്സ് വെബർ. അപ്പോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ആ ഒരു തിയറി ഫോർമേഷൻ, അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതില് വെബറിന്റെ കുറച്ച് തിയറീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് തിയറി ഫോർമേഷൻ നോക്കാം. അപ്പോ മാർക്സിസ്റ്റ് സ്കോളേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ആണ്. എന്നാൽ നമ്മുടെ വെബർ ഫോക്കസ് ചെയ്യുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ആണ്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ വെബർ എപ്പോഴും സൊസൈറ്റിയുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതില് ഈ ഒരു 2-3-4 പോയിന്റ്സിൽ നമ്മൾ മാക്സിനെയും വെബറിനെയും കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. രണ്ടാൾക്കാരും നമുക്കറിയാം ജർമ്മൻ തിങ്കേഴ്സ് ആണ്. അപ്പോ മാക്സിന്റെ കുറെ തിയറീസ് വെബറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിന്റെയും വെബറിന്റെയും തിയറികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എന്താണ്, നമുക്ക് പരസ്പരം രണ്ട് തിയറികളും കോംപ്ലിമെന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ചിലപ്പോ വെബറിന്റെ തിയറീസിൽ മാക്സിന്റെ തിയറീസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മാക്സിന്റെ തിയറീസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കാം എന്നുള്ള ചെയ്തിട്ട് വെബറിന്റെ പല കൺസെപ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കോംപ്ലിമെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ചില സമയത്ത്. അതായത് ഒരു തിയറി മറ്റൊരു തിയറിനെ, അല്ലെങ്കിൽ ഈ ഒരു തിയറിസ്റ്റ്, വെബർ എന്ന് പറഞ്ഞ തിയറിസ്റ്റ് മാക്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. നേരെ മറിച്ചും സംഭവിക്കുന്നുണ്ട്. അതായത് രണ്ട് തിയറിയിൽ വരുന്ന കൺസെപ്റ്റ്സ് പരസ്പരം കോംപ്ലിമെന്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോംപ്ലിമെന്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പരസ്പരം അനുകൂലിക്കുന്ന രീതിയിൽ. എന്നാൽ ചില സമയത്ത് എന്താണ്, വെബർ ഈ ഒരു മാക്സിന്റെ തിയറികൾക്ക് നേരെ വിപരീതമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കൺസെപ്റ്റ്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ വെബറിന്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എത്നോ മെത്തഡോളജിയും ഫിനമിനോളജിയാണ്. ഈ രണ്ട് മെത്തേഡുകളും വെബർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എത്നോ മെത്തഡോളജി, ഫിനമിനോളജി എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഓരോ മെത്തേഡ്സ് ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് ഒന്ന് പറയാം. എത്നോ മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഹൗ പീപ്പിൾ ഡെവലപ്പ് ആൻഡ് അപ്ലൈ ഷെയർഡ് മെത്തേഡ്സ് ടു മേക്ക് സെൻസ് ഓഫ് ദെയർ സോഷ്യൽ എൻവയോൺമെന്റ്. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ സോഷ്യൽ എൻവയോൺമെന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ യൂസ് ചെയ്യും. ആ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഏറെക്കുറെ ആ ഒരു സൊസൈറ്റിയിൽ ഷെയർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ സെൻസിലൂടെ കുറെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കൂലേ. എല്ലാം നമുക്ക് ബാക്കിയുള്ള ആളുകൾ എന്താണ് അവർ പറഞ്ഞു തരണം, അങ്ങനെയില്ല അല്ലെ. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കോമൺ സെൻസിലൂടെ നമ്മൾ ആ ഒരു സോഷ്യൽ എൻവയോൺമെന്റിനെ മനസ്സിലാക്കും. അത് ഏറെക്കുറെ എല്ലാവർക്കും ആ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡ്
സോറി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് എത്നോ മെത്തഡോളജി. അതായത് ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് തിയറിസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലെ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത്, കോമൺ സെൻസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പഠിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് എത്നോ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിനമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും എത്നോ മെത്തഡോളജി പോലെ തന്നെ സോഷ്യോളജിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി ഒരു എന്താണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും മറ്റു ഇൻഡിവിജ്വൽസിൽ നിന്ന് ഡിഫറെന്റ് ആണ് അല്ലെ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ. അപ്പൊ ആ ഒരു ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡേ ടു ഡേ ലൈഫിൽ അവരെങ്ങനെയാണ് ഡേ ടു ഡേ എക്സ്പീരിയൻസിലൂടെ അവരെങ്ങനെയാണ് സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ആ ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസ് പഠിച്ചിട്ട് അതിലൂടെ ആ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അതായത് ആളുകൾ അവരുടെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈലിലൂടെ എന്താണ് അവരവരുടെ സൊസൈറ്റിയെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സെയിം മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സെയിം സാധനത്തെ ഒരു തിയറിസ്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫിനോമിനോളജി എന്ന് പറയാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് സോഷ്യോളജിന്റെ ഒരു നാച്ചറാണ്. നമുക്ക് എക്സാമ്പിളിലൂടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റഡി ഓഫ് ഡേ ടു ഡേ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികളുടെ ഡേ ടു ഡേ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അതായത് വ്യക്തികളുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിച്ചിട്ട് ആ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന മെത്തേഡാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. മാർക്സിസം വൺ കംസ് അക്രോസ് ഇൻക്രീസിങ് എംഫസൈസ് ഓൺ എംപിരിക്കൽ സ്റ്റഡീസ്. അതായത് മാർക്സിസം അത് ഒരു ടൈമിൽ എന്താണ് എംപിരിക്കൽ സ്റ്റഡീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയ ഒന്നായിരുന്നു. എംപിരിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒബ്സർവേഷനിലൂടെയൊക്കെ പഠിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സ് പ്രധാനമായിട്ടും ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് ആസ്പെക്ട് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ. അപ്പൊ അദ്ദേഹം ആ ഒരു ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയെ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവേഷനിലൂടെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എംപിരിക്കൽ സ്റ്റഡി എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഫോളോവേഴ്സ് ഓഫ് കാൾ മാർക്സ്, അല്ലെങ്കിൽ മാർക്സിന്റെ മെത്തേഡ് അപ്ലൈ ചെയ്ത് സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്ന ആളുകൾ. അവര് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് എംപിരിക്കൽ സ്റ്റഡി ആയിരുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഹു ഡെവലപ്ഡ് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് സോഷ്യൽ ഫാക്ട്സ്, കറന്റ്സ് ആൻഡ് ആക്ഷൻസ് ആർ ബീങ് increasingly discovered for their relevance to addressing the problems of the new societies. ഈ പോയിന്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത് നമ്മൾ ഇപ്പോൾ ഈ ഒരു വെബറിനെ പറഞ്ഞു, മാക്സിനെ പറഞ്ഞു, അങ്ങനെ വേറെയും ഒരുപാട് തിയറിസ്റ്റുകൾ പറഞ്ഞു. ഇവരൊക്കെ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആണ് അല്ലെങ്കിൽ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ഇവരല്ലാത്ത പുതിയ കുറെ തിയറിസ്റ്റുകൾ, അതായത് ഇവരുടെ തിയറികളിൽ നിന്നും ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് പുതിയ തിയറികളും പുതിയ തിയറിസ്റ്റുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്താണ്? അതായത് പഴയ ക്ലാസിക്കൽ റൈറ്റേഴ്സ് സോഷ്യൽ ഫാക്ട്സിനെയും കറൻസിനെയും സോഷ്യൽ ആക്ഷൻസിനെയും ഒക്കെ നോക്കിക്കണ്ടതാണ്. അവരുടെ തിയറികളിലൂടെ അവരത് അവതരിപ്പിച്ചത് അതാണ്. അപ്പൊ ആ ഒരു സെയിം കാര്യങ്ങള് യൂസ് ചെയ്തിട്ട് ന്യൂ സൊസൈറ്റിയിലെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അവിടെ? ആ ഒരു പഴയ കാര്യങ്ങൾക്ക്, പഴയ കൺസെപ്റ്റുകൾക്ക് പുതിയ സൊസൈറ്റിയിലും ഒരു റെലവൻസ് വരികയാണ് അല്ലെ. അപ്പൊ ഇതാണ് പറയുന്നത്, പഴയ തിയറികള് അല്ലെങ്കിൽ പഴയ കൺസെപ്റ്റുകള് പുതിയ സൊസൈറ്റിയിൽ ആ ഒരു പഴയ കൺസെപ്റ്റുകൾ എങ്ങനെയാണോ എന്താണ് പുതിയ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ക്ലാസിക്കൽ തിയറീസും പുതിയ പല തിയറീസിനും രൂപം നൽകുന്നുണ്ട് എന്നുള്ളത്. അത് ഇങ്ങനെയാണ്. അതായത് പഴയ തിങ്കേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പല മെത്തേഡുകളും അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റുകളും നമ്മൾ പുതിയ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് പുതിയ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് പരസ്പരം, ഈ ഒരു പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും, പഴയ സൊസൈറ്റിയും പുതിയ സൊസൈറ്റിയും തമ്മിൽ എന്താണ്, അപ്പോൾ ഒരു പരസ്പരം എന്താണ്
ഒരു കണക്ഷൻ വന്നു, അല്ലെങ്കിൽ പരസ്പരം നമ്മൾ ഏറെക്കുറെ നമുക്കറിയാലേ, പഴയ സൊസൈറ്റീസ് ആണെങ്കിലും പുതിയ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിലും സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ സെയിം സോഷ്യൽ പ്രോബ്ലംസ് ഇവിടെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ പഴയ സോഷ്യൽ പ്രോബ്ലംസിന്റെ കുറച്ചുകൂടി ഒരു മോഡേൺ വെർഷൻ ആയിരിക്കും പുതിയ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പഴയ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ സൊസൈറ്റിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പഴയ തിയറികളിലും കാര്യങ്ങളിലും പല മോഡിഫിക്കേഷൻസും വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പാഴ്സൺസ് ആൻഡ് മെർട്ടൺ. അപ്പൊ അവരുടെ ആ ഒരു തിയറീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. 20th സെഞ്ചുറിയിലുള്ള റൈറ്റേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു തിങ്കർ ആയിരുന്നു ആര്? ടാൾക്വുഡ് പാഴ്സൺ. അദ്ദേഹം ആ ഒരു 20th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ജനറൽ തിയറി ഓഫ് ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാൾ മാക്സിന്റെ തിയറികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പാഴ്സണിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണ്, സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ മാത്രമല്ല പഠിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ കാൾ മാക്സ് എന്തായിരുന്നു ചെയ്തത്? സൊസൈറ്റിയുടെ ആ ഒരു എക്കോണമി എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിനെ മാത്രം എടുത്തിട്ടാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ 20th സെഞ്ചുറിയിലെ ടാൾക്വുഡ് പാഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തിങ്കർ എന്താണ് ചെയ്തത്? സൊസൈറ്റിയിലെ എക്കോണമി, പൊളിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാറ്റേൺ മെയിൻ്റനൻസ് പോലെയുള്ള പല ആസ്പെക്റ്റുകൾ, ഒരു സൊസൈറ്റിയുടെ അടുത്ത് തന്നെ പല ആസ്പെക്റ്റുകൾ അദ്ദേഹം കണക്ട് ചെയ്തിട്ട് പഠിച്ചു. അങ്ങനെ അദ്ദേഹം കണക്ട് ചെയ്തിട്ട് രൂപപ്പെടുത്തിയ ഒരു തിയറിയാണ് ജനറൽ തിയറി ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു എക്കോണമി, പൊളിറ്റി, ഇതൊക്കെ ഒരു വലിയ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ സബ് പാർട്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സബ് പാർട്സിനെ അദ്ദേഹം സബ് സിസ്റ്റംസ് എന്നാണ് വിളിച്ചത്. അപ്പൊ ഈ ഒരു എല്ലാ കുറെ സബ് സിസ്റ്റംസ് കൂടി ചേർന്നിട്ടാണ് വലിയൊരു ഗ്രാൻഡ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ പാഴ്സൺ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചത്. മെയിൻ ആയിട്ട് അദ്ദേഹം പഠനം നടത്തിയത് അമേരിക്കൻ സൊസൈറ്റിയിലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മള് മെർട്ടനിലേക്ക് വരികയാണ് ഇനി. മെർട്ടൻ എന്താണ് ചെയ്തത്? ഇങ്ങനെയുള്ള ഒരു ജനറൽ തിയറിയോ അല്ലെങ്കിൽ നേരത്തെ മാക്സ് ഒക്കെ ഉപയോഗിച്ച പോലെയുള്ള ഒരു എംപെരിക്കൽ തിയറി അല്ല, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു മിഡിൽ ഫോമാണ് ആര് ഉപയോഗിച്ചത്? മെർട്ടൻ ഉപയോഗിച്ചത്. ഇതിനെ അദ്ദേഹം മിഡിൽ റേഞ്ച് തിയറി അല്ലെങ്കിൽ തിയറീസ് ഓഫ് മിഡിൽ റേഞ്ച് എന്നൊക്കെയാണ് മെർട്ടന്റെ ആ ഒരു ടൈപ്പ് ഓഫ് തിയറീസിനെ വിളിക്കുക. അദ്ദേഹം തന്നെയാണ് തിയറീസ് ഓഫ് മിഡിൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുതിയ ഫ്രേസ് കോയിൻ ചെയ്തത് മെർട്ടൻ ആണ്. മെർട്ടൻ അറ്റംപ്റ്റഡ് എ കോമ്പിനേഷൻ ഓഫ് എംപെരിക്കൽ സ്റ്റഡീസ് ആൻഡ് ഗ്രാൻഡ് തിയറി. ഇപ്പൊ പാഴ്സൺ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് തിയറി പണ്ട് കാലത്ത് കാൾ മാക്സി ഉപയോഗിച്ചിരുന്ന എംപെരിക്കൽ സ്റ്റഡീന്റെ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടക്കുള്ള ഒരു മെത്തേഡാണ് ആര് ഉപയോഗിച്ചത്? മെർട്ടൻ ഉപയോഗിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഈ ഒരു മെർട്ടന്റെ റോബർട്ട് കെ മെർട്ടൻ എന്നുള്ളതാണ് മെർട്ടന്റെ ഫുൾ നെയിം വരുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് കൺസെപ്റ്റുകളാണ് എന്ത്? റോൾ സെറ്റ്, റെഫറൻസ് ഗ്രൂപ്പ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറീസ് ആണ്. ഇതൊക്കെ മിഡിൽ റേഞ്ച് തിയറീസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റോൾ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റോൾ സെറ്റ്, റെഫറൻസ് ഗ്രൂപ്പ്, ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, റോൾ സെറ്റ്, റെഫറൻസ് ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മുടെ മെർട്ടന്റെ കൺസെപ്റ്റുകളാണ്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഓരോ ടേംസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ റോൾ സെറ്റ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അതായത് റോൾ സെറ്റ് കൊണ്ട് മെർട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡോക്ടർ എടുക്കുക. ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാവുമ്പോൾ ആ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ്, ഡോക്ടർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് ആണല്ലേ, അയാൾ ഡോക്ടർ ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റോള്, അദ്ദേഹം പെർഫോം ചെയ്യുന്ന ആ റോള്, ഒരു റോള് മാത്രമല്ല ഉള്ളത് അല്ലെ. അദ്ദേഹം ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാല് അദ്ദേഹം എന്താണ്, അവിടുത്തെ നഴ്സുമാരുണ്ടാവും, അവിടെ അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ഉണ്ടായിരിക്കും, പിന്നെ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് എല്ലാവരോടും ഒരേ രീതിയിലല്ല. അപ്പൊ ആ ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പേഴ്സന്റെ, അതായത് ഇപ്പോ നഴ്സിനോടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ നഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെയല്ല ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ്സിനോട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുക, അതായത് ബിഹേവ് ചെയ്യാം, അതായത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പോൾ നഴ്സുമാർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ ഒരു സബോർഡിനേറ്റ്സ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ പറയും, നമുക്കറിയാം ഡോക്ടറും
ആ ഒരു നഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആസ് എ ഡോക്ടർ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റസിൽ നിന്ന് അദ്ദേഹം നിർവഹിക്കുന്ന ഒരുപാട് റോളുകൾ ഉണ്ടല്ലോ. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് റോളിലെയാണ് റോൾ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു സൊസൈറ്റിയിലും ഒരു വേറൊരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ആള് ഒരു പുതിയ സ്ഥലത്തെത്തി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടി ഒരു സൊസൈറ്റിയില് ഒരു പുതിയ കുട്ടി എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിത്തെ കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയില്ല. അപ്പൊ പല കാര്യങ്ങളും കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ്, പല മറ്റ് ആളുകളെ നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ടാവും എന്നാ പറയുന്നത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിന്റെ മീനിങ് പോലെ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പ്. അതായത് റെഫറൻസ് നമ്മൾ എന്തിനാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയാം, നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അതന്നെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ആ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ ഒരു കുട്ടി ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മാതൃകയാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന, അതായത് ആരുടെ ബിഹേവിയേഴ്സും അല്ലെങ്കിൽ ആരുടെ ആക്ഷൻസും ഒക്കെയാണ് ആ ഒരു കുട്ടി അല്ലെങ്കിൽ അവര് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതിനെ ആ ഒരു കുട്ടി എന്താണ്, ആ ഗ്രൂപ്പിനെ അവര് ഒരു റെഫറൻസ് ആയിട്ടാണ് അല്ലേ കാണുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറെ ടേംസ് ഉണ്ട്. ഇവിടെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തു എന്ന് മാത്രം. ഒരു മിഡിൽ റേഞ്ച് തിയറി എങ്ങനെയാണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കൊടുത്താണ് അത്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെർട്ടന് പറയുന്നത് എന്താണ്, അതായത് തിയറിയുടെ ഒരു പ്രത്യേകത എന്താണ്, തിയറി പലപ്പോഴും എന്താണ് ഗൈഡ് ഫോർ ഫർദർ റിസർച്ച്, അതായത് ഫർദർ റിസർച്ചുകൾക്കുള്ള ഒരു ഗൈഡായിട്ട് തിയറി ആക്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫീൽഡ് സ്റ്റഡീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സൊസൈറ്റിയിൽ പഴയ ക്ലാസിക്കൽ തിയറീസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ തിയറിയിൽ ഒരുപാട് എന്താണ് മോഡിഫിക്കേഷൻസ് വരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് പുതുതായിട്ടുള്ള ഒരുപാട് പുതിയ റിസർച്ചുകൾക്കും പുതിയ പഠനങ്ങൾക്കും ഓരോ തിയറിയും കാരണമാകുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ഗൈഡായിട്ട് തിയറി വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പല ക്ലാസിക്കൽ കൺസെപ്റ്റുകൾ അദ്ദേഹം പുതിയ മോഡേൺ സൊസൈറ്റികളിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പഴയ കൺസെപ്റ്റുകൾക്ക് ഒരു ന്യൂ റെലവൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹം പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് ഹി ക്ലാരിഫൈഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് അനോമി. അതേപോലെ തന്നെ അദ്ദേഹം പഠിച്ച വേറൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് മെർട്ടന്റെ അഭിപ്രായത്തിൽ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ആക്സെപ്റ്റഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ആൻഡ് എന്താണ് ദ ഓപ്പൺ മീൻസ് ഫോർ അച്ചീവിങ് ദ സെയിം. അതായത് ഇത് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു സൊസൈറ്റിയുടെ ആക്സെപ്റ്റഡ് ഗോൾസും അതേപോലെ തന്നെ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മീൻസും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ അല്ല, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സൊസൈറ്റിയിൽ ഒരുപാട് ആക്സെപ്റ്റഡ് ഗോൾസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു സൊസൈറ്റിയുടെ ഒരു ഗോൾ തന്നെയാണ് എന്ത്, ആ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും പണം സമ്പാദിക്കണം എന്നുള്ളത്. അതായത് പണം സമ്പാദിക്കുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ഓരോ വ്യക്തിയുടെയും എക്കണോമിക് ഗ്രോത്ത് സാധ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താണ് ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു ഗോളാണ്. എന്നാൽ സൊസൈറ്റിയിലുള്ള ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്, അതായത് കവർച്ചയും അല്ലെങ്കിൽ മോഷണം ഇങ്ങനെയുള്ള ഒരുപാട് എന്താണ് സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത, അതായത് സൊസൈറ്റി ഒരിക്കലും അംഗീകരിക്കാത്ത പല മീൻസിലൂടെ പല മെത്തേഡുകളിലൂടെ ഈ ഒരു സെയിം ഗോള് അച്ചീവ് ചെയ്യും. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഒരു സൊസൈറ്റിയുടെ ഗോൾ തന്നെയാണ് ഈ വ്യക്തികളും അച്ചീവ് ചെയ്യുന്നത്, പക്ഷെ അവര് സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു മെത്തേഡുകളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് സൊസൈറ്റി അച്ചീവ് ചെയ്യുന്നതാണ് ആ ഒരു ഗോൾ, പൈസ സമ്പാദിക്കുക എന്നുള്ള ആ ഒരു ഗോള്. പക്ഷെ അവര് അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിനെ സൊസൈറ്റി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ അത് രണ്ടും തമ്മിൽ
ഒരു സൊസൈറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെർട്ടന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഈ ഒരു ബുക്കിൽ അദ്ദേഹം സോഷ്യൽ പ്രോബ്ലംസും സോഷ്യോളജിക്കൽ പ്രോബ്ലംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്ത ഒരു തിയറിസ്റ്റ് ആണ് ആര്? എം എസ് ഗോർ എന്ന് പറയുന്ന ഒരു തിങ്കർ മെർട്ടന്റെ ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസും സോഷ്യോളജിക്കൽ പ്രോബ്ലംസ് എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന ആ ഒരു ബുക്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മെർട്ടന്റെ കുറച്ച് കൺസെപ്റ്റുകൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എം എസ് ഗോർ ശ്രമിച്ചു. പിന്നെ വേറൊരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ് ആര്? എം എൻ ശ്രീനിവാസ്. എം എൻ ശ്രീനിവാസും ഇതേപോലെ തന്നെ മെർട്ടന്റെ പല തിയറികളിലും അതേപോലെ തന്നെ കൺസെപ്റ്റുകളിലും മോട്ടിവേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ എന്ന് പറയുന്ന ടേംസും ആ ഒരു തിയറിയൊക്കെ എം എൻ ശ്രീനിവാസ് രൂപപ്പെടുത്തുന്നതും മെർട്ടനിൽ നിന്ന് മെർട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. ഓക്കെ. പിന്നെ അഡ്രിയാൻ സി മേയർ എന്ന് പറയുന്ന ആ ഒരു തിങ്കർ മധ്യപ്രദേശിലെ ദേവാസ് ടൗണിലുള്ള ഒരു മുനിസിപ്പൽ ഇലക്ഷനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടും മെർട്ടന്റെ ചില കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ ഒരു അതായത് മെർട്ടൻ എന്ന് പറയുന്നത് ഈ ഒരു എം എൻ ശ്രീനിവാസിന്റെയും നമ്മുടെ എം എസ് ഗുറയെയും സി മേയറെയൊക്കെ എത്രയോ മുമ്പ് തിയറി ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ മെർട്ടൻ. അപ്പോൾ മെർട്ടന്റെ പല തിയറീസും കൺസെപ്റ്റ്സും അവര് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ ഈ ഒരു എം എൻ ശ്രീനിവാസിനെയും എം എസ് ഗോറിനെയും സി മേയറെയും പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരെങ്ങനെയാണ് ആ ഒരു മെർട്ടന്റെ കൺസെപ്റ്റുകൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ മെർട്ടന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഫങ്ഷൻ, ഡിസ്ഫങ്ഷൻ, നോൺ ഫങ്ഷൻ എന്നുള്ളത്. നിങ്ങൾ ഫങ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, ആ ടേം അറിയില്ലേ ഫങ്ഷൻ എന്നുള്ളത്? അതായത് നമ്മുടെ ഏതൊരു ഒബ്ജക്റ്റിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ്റെത് അല്ലെങ്കിൽ എന്തൊരു സാധനത്തിന്റെയും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു പ്രവർത്തനം അല്ലെ, അതിന്റെ ആ ഒരു റോള് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണോ അതിനാണ് നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ആ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഫങ്ഷൻ ചെയ്യുന്നത്, ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? ഫങ്ഷൻ എന്ന് പറയും അല്ലെ. അപ്പോ മെർട്ടൻ സൊസൈറ്റിയിലുള്ള പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതിൽ അദ്ദേഹം ഫങ്ഷനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: മാനിഫെസ്റ്റ് ഫങ്ഷൻസും ലേറ്റന്റ് ഫങ്ഷൻസും. മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇന്റൻഡഡ് കോൺസിക്വൻസ്. ഓക്കെ. ഇന്റൻഡഡ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മെഷീൻ ആയിക്കോട്ടെ, എന്തായാലും അത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നാ പറയുന്നത്. ഓക്കെ. ഇനി ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻഡഡ് അല്ലാത്ത അൺഇന്റൻഡഡ് ഫംഗ്ഷൻസിനാണ് ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അതായത് ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അധികവും വരിക. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് വാക്സിന്റെ കാര്യം എടുക്കാം. കോവിഡ് വാക്സിന്റെ ഒരു മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? അത് ഉണ്ടാക്കിയത് എന്തിനാണ്? നമ്മൾ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ ലേറ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് കുറെ എന്താണ് നമ്മളിപ്പോ ന്യൂസിൽ ഓരോന്ന് വരുന്നുണ്ട് അല്ലെ. അതായത് കോവിഡ് വാക്സിന്റെ കുറെ പാർശ്വഫലങ്ങൾ, അതിന്റെ കുറെ നെഗറ്റീവ് കോൺസിക്വൻസസ് ആളുകളിൽ ഇപ്പോ കണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലേറ്റന്റ് ഫംഗ്ഷൻ. അതായത് ഈ ഒരു കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ സമയത്ത് പലപ്പോഴും ആ ഒരു ലേറ്റന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ആ ഒരു അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചിട്ട് അത്ര എന്താണ് ബോധേഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് എന്താണ്
കോവിഡിനെ പ്രതിരോധിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു കാര്യത്തിന് അതിന്റെ ലേറ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് കുറച്ച് നെഗറ്റീവ് കോൺസിക്വൻസസ് കൂടി ഉണ്ടായി. അപ്പൊ ആ ഒരു മാനിഫെസ്റ്റ് ഫംഗ്ഷനും ലേറ്റന്റ് ഫംഗ്ഷനും ഉണ്ടായില്ല. അതായത് കോൺഷ്യസ്ലി ഉദ്ദേശിച്ച ഫംഗ്ഷൻ അല്ല ഈ ഒരു പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത്. കോൺഷ്യസ്ലി ഉദ്ദേശിച്ച ഫംഗ്ഷൻ എന്തായിരുന്നു? ആ ഒരു കോവിഡിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു ഫംഗ്ഷൻ അത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ഫങ്ഷൻസ് കൂടി അതിന് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോൺ ഫങ്ഷനും ഡിസ്ഫങ്ഷനും എന്താണെന്ന് നോക്കാം. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എനി സോഷ്യൽ എലമെന്റ് ദാറ്റ് ഡിസ്റപ്റ്റ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ സ്മൂത്ത് റണ്ണിങ്ങിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിന്റെ സ്റ്റെബിലിറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ എലമെന്റ്, അതിനെ ഡിസ്ഫങ്ഷൻ എന്നാണ് മെർട്ടൺ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഡൊമസ്റ്റിക് അബ്യൂസ്. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. അതായത് ഫാമിലി നിർവഹിക്കേണ്ട, ഒരു സൊസൈറ്റിയിൽ നിർവഹിക്കേണ്ട ഒരു ഫങ്ഷൻ അല്ല, ഒരു റോളല്ല അവിടെ ഡൊമസ്റ്റിക് വയലൻസിലൂടെ, ഡൊമസ്റ്റിക് അബ്യൂസിലൂടെ സംഭവിക്കുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ് അവിടെ നടന്നത്. ആ ഒരു എൻറ്റയർ സൊസൈറ്റിനെ അത് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഓക്കെ, ഡിസ്ഫങ്ഷൻ എന്താ മനസ്സിലായല്ലോ. ഇനി നോൺ ഫങ്ഷൻ എന്താന്ന് നോക്കാം. കോൺസിക്വൻസസ് ദാറ്റ് ആർ സിംപ്ലി ഇറലവന്റ് ടു ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ സിംപ്ലി ഇറലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു സൊസൈറ്റിയിൽ അത് ഒട്ടും റെലവന്റ് അല്ല. ഒരു സൊസൈറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഇറലവന്റ് ആണ്. അതിന്റെ ഒരു ആവശ്യം ആ ഒരു സൊസൈറ്റിയിലില്ല. അങ്ങനത്തെ ഒരു ഫങ്ഷൻ ആണ് എന്ത്? നോൺ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പഴയ കാലത്തൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പല സംവിധാനങ്ങളും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. അത് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ. പക്ഷെ അതിന്റെ ഒരു ഉപയോഗം ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് ഇല്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഇപ്പൊ മോഡേൺ സൊസൈറ്റിയിൽ ആ ഒരു സാധനം എന്താണ്? ഇറലവന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പഴയ സൊസൈറ്റിയിൽ അത് റെലവന്റ് ആയിരുന്നു. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉപയോഗശൂന്യമായ ഒരു ഫോൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കില്ലേ ചില വീടുകളിലൊക്കെ. പക്ഷെ അത് ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല. വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ആളുകൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. എല്ലാവരും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ആ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോൺ എന്ത് ചെയ്യുന്നില്ല? ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ആ ഒരു ഫോൺ എന്താണ്? ഇറലവന്റ് ആണ് അല്ലേ? അപ്പോൾ അതാണ് നോൺ ഫങ്ഷൻ. അപ്പൊ ആ ഒരു ടെലിഫോൺ അല്ലെങ്കിൽ ആ ഒരു ടെലിഫോൺ എന്താണ്? അവിടെ നോൺ ഫങ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ കൺക്ലൂഷനിലെത്തി. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നോക്കിയത്? ആ ഒരു ഏറ്റവും ഒരു ലാംഗ്വേജിന്റെ ആണെന്നുണ്ടെങ്കിലും ഒരു തിയറിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്? കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ്സും കൺസെപ്റ്റ്സും ഒക്കെ എന്താണ്? മെന്റൽ കൺസ്ട്രക്റ്റുകളാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് വേർഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ആർ പ്രൊഡക്ട്സ് ഓഫ് മൈൻഡ്. ഓക്കെ, ഇതൊക്കെ ആളുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് അർത്ഥം. ഓക്കെ, when their meaning is shared, communication of ideas takes place in daily life. അതായത് ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിന്റെ മീനിങ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ എന്താണ്? ഡെയിലി ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഒരു കൺസെപ്റ്റ് ആ ഒരു സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ ആയി. ഓക്കെ, ഈ നാച്ചുറൽ സയൻസിൽ ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കണക്ട് ചെയ്തിട്ട് അത് എക്സ്പെരിമെന്റിലൂടെ എന്താണ്? പുതിയ കൺക്ലൂഷനിലേക്ക് അത് ലീഡ് ചെയ്യും. ഇങ്ങനെയുള്ള തിയററ്റിക്കൽ കൺക്ലൂഷൻസ് ആണ് പുതിയ പുതിയ തിയറീസിന് രൂപം നൽകുന്നത്. ഓക്കെ, സോഷ്യൽ സയൻസിലും ഇങ്ങനെ തന്നെയാണ്. അതായത് കൺസെപ്റ്റുകൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും? തിയറംസ് ഉണ്ടാവും. ഈ ഒരു തിയറംസ് ഇന്റർ കണക്ട് ചെയ്തിട്ട് തിയറീസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പോ സയൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഏതൊരു തിയറി ആയിക്കോട്ടെ,
അതിന് എപ്പോഴാണ് ഒരു റെലവൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു തിയറി വാലിഡ് ആണെന്ന് നമ്മൾ പറയപ്പോഴാണ് അത് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുമ്പോഴാണ്, അല്ലെ? കീപ്സ് ഓൺ ഗ്രോവിങ് ആൻഡ് ഡബിളിങ് ഇറ്റ് സെൽഫ് ഫാസ്റ്റർ. ഓക്കെ. അപ്പോ നാച്ചുറൽ സയൻസിനെ സോഷ്യൽ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതല്ല. നമ്മൾ നാച്ചുറൽ സയൻസിനെ സോഷ്യൽ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാച്ചുറൽ സയൻസിലുള്ള തിയറീസും അതേപോലെ തന്നെ നാച്ചുറൽ സയൻസിലുള്ള കൺസെപ്റ്റുകളും ഒക്കെ അതായത് അതിന്റെ ഗ്രോവിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലുള്ള അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലുള്ള തിയറീസിനെക്കാട്ടിലും വളരെ 10 മടങ്ങാണ് നാച്ചുറൽ സയൻസുകളിലുള്ള കൺസെപ്റ്റുകളുടെയും തിയറീസിന്റെയും ഗ്രോത്ത്. മനസ്സിലായല്ലോ? സയൻസ് കീപ്സ് ഓൺ ഗ്രോവിങ് ആൻഡ് ഡബിളിങ് ഇറ്റ്സെൽഫ് ഫാസ്റ്റർ ദാൻ സോഷ്യൽ സയൻസ്. അതായത് സോഷ്യൽ സയൻസിനെക്കാളും 10 മടങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത്? നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, സോഷ്യൽ സയൻസും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു നാച്ചുറൽ സയൻസിലുള്ള തിയറീസിലുള്ള മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിന്റെ ജേണി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റർ ആണ് വെൻ കമ്പയർഡ് ടു സോഷ്യൽ സയൻസ്. ഓക്കെ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. നിങ്ങൾ ക്ലാസ് കേൾക്കുക, നോട്ട് വായിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കൂടി റീഡ് ചെയ്യുക. അതിലും ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജി ഇതുവരെ പഠിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി മെറ്റീരിയലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ. താങ്ക് യു.